മനോജെ, കുട്ടിയുടെ ഫീസ് അതീതും പറഞ്ഞ് പൈസ വാങ്ങിക്കും. മാസം കൃത്യമായിട്ട് പലിശ തന്നേക്കണം. താമസേട്ടാ, നാളെ കുട്ടീനെ ഫീസ് അടക്കം ലാസ്റ്റ് ദിവസമാണ്. ടീച്ചർ ക്ലാസ്സിലിരുത്തില്ല എന്നാ പറഞ്ഞത്. നിങ്ങൾ പലിശന് കൃത്യമായിട്ട് തരുന്ന താമസേട്ടാ. അങ്ങനെയാണെങ്കിൽ മനോജ് ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. ഇത് 10,000 ഉറുപ്പിക ഉണ്ട്. മനോജേട്ടാ, ഇതല്ല കൊറേ നേരമായി വന്നിട്ട് കുറച്ച് വേടാ. മനോജേട്ടാ, ഉമ്മാക്ക് വയ്യ, കടം കൊണ്ടാണെച്ചാല് നിന്ന് തിരിയാൻ പറ്റുന്നില്ല. ഇനി ആരോടെ ചോദിക്കണ്ടെന്നുള്ള അറിയില്ല. എന്നാടൊപ്പം ചെയ്യാ? ഹോസ്പിറ്റലാണെച്ചാല് 35,000 ഉറുപ്പിക കെട്ടിയേക്കണം എന്നാ പറയുന്നത്. എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല മനോജേട്ടാ. സൽമാനെ, കുറച്ച് പൈസ ഉണ്ട്, നീ അവിടെ വെക്കേ. വേണ്ട മനോജേട്ടാ, എനിക്ക് ഒരുപാട് ആവശ്യമുണ്ട്. പക്ഷേ ഉമ്മാക്ക് സുഖമില്ലാതല്ലടാ. നിന്റെ കാര്യം നടക്കും. സാരമില്ല, ഉമ്മാന്റെ ഞാൻ എന്തേലും ഞാൻ ചെയ്തു. എന്റെ ഉമ്മ എന്ന് പറയുന്നത് എന്റെ അമ്മയെ പോലെ തന്നെയാണ്. നീ അവിടെ വെക്കരുത്. മനോജേട്ടാ, ഞാൻ എനിക്ക് ഒരുപാട് പൈസ തരാറുണ്ട്. ഇതൊക്കെ എപ്പോഴാ കടം വീട്ടുക മനോജേട്ടാ? സൽമാനെ, നീ എന്റെ അനിയനല്ലടാ, വേറെ ആരെയല്ലല്ലോ.